വേങ്ങരയിൽ നിർമ്മാണത്തിലിരുന്ന 6 വരി ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് തകർന്നു വീണതോടെ സംശയത്തിലാകുന്നത് റോഡ് നിർമ്മാണത്തിന്റെ നിലവാരമാണ്. അതും ദേശീയപാത എന്ന് പറയുന്ന ഇത്രയും വലിയ ബഡ്ജറ്റുള്ള കേന്ദ്രത്തിന്റെ പദ്ധതി. അപകടത്തിൽ 4 കാറുകൾ തകരുകയും ചെയ്തു. 8 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂയാടിനും കോളപ്പുറത്തിനും സമീപം നിടയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഈ അപകടം സംഭവിച്ചത്. കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഉണ്ടായത്. ദേശീയപാതയുടെ അപകടങ്ങൾ വരുമ്പോൾ അത് വളരെയധികം വീഴ്ചയായി തന്നെ പറയുന്നുണ്ട്. ഇത് കേരള സർക്കാരിന്റെ വലിയ പ്രശ്നമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ റോഡായിരുന്നു ഇങ്ങനെ തകർന്നിരുന്നെങ്കിൽ ഇന്ന് വാർത്തകളൊക്കെ തന്നെയും ഒരുപാട് ഉണ്ടായിരുന്നേനെ. എന്നാൽ ഇത് ദേശീയപാതയുടെ പിഴവ് ആയതുകൊണ്ട് ആരും അധികം മിണ്ടുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1/2 കിലോമീറ്ററോളം തന്നെ ദൂരത്തിൽ റോഡ് തകർന്നു. ഇതോടെ ഈ മേഖലയിൽ റോഡ് പണിയിൽ ഉയർന്ന ആരോപണങ്ങൾ തന്നെ ശരിവെക്കുകയാണെന്ന് പറയാം. വലിയ അഴിമതി ഈ പണികൾ ഉണ്ടെന്ന സംശയം ഉണർത്തുന്നുണ്ടെന്നും പറയാം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധക്കാർ റോഡിൽ ഉപരോധം നടത്തുന്നുണ്ട്. വേങ്ങര SHO രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് 6 വരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്.